الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم സുബ്ഹാനല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി പാലിക്കുവാൻ, യഥാർത്ഥ മുത്തങ്ങളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധത്തെ അടിസ്ഥാനമാക്കിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ഒരുപാട് തത്വശാസ്ത്രങ്ങൾ പല കാലങ്ങളിലായി വന്നിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് പരിഷ്കർത്താക്കൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവയിൽ അധികവും അവയുടെ ഈറ്റില്ലങ്ങളിൽ തന്നെ ചരമമടയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ വലിയ വലിയ തത്വജ്ഞാനികൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അവരുടെ തത്വങ്ങൾ ആപ്തവാക്യങ്ങളായിട്ട് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം, ചുവരുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടും കാണാം. എന്നാൽ അവ നെഞ്ചേറ്റിയ ഒരു സമൂഹത്തെ കണ്ടെത്തുക പ്രയാസമാണ്. സ്വന്തം വ്യക്തിജീവിതത്തിൽ പോലും താൻ മുന്നോട്ട് വെച്ച തത്വശാസ്ത്രം പ്രയോഗവൽക്കരിക്കുവാൻ കഴിയാതെ പരാജിതരായി പോയ വലിയ വലിയ ബുദ്ധിജീവികളെ നമുക്ക് ലോകത്ത് കണ്ടുമുട്ടാൻ കഴിയും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാം പ്രസക്തമാകുന്നത്. കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം നിലനിൽക്കുന്നതും സജീവമാകുന്നതും എന്തുകൊണ്ടാണ്?
നാം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന് അടിസ്ഥാനപരമായ ഒരു കാരണം ഇസ്ലാം ദൈവികമായ മാർഗദർശനമാണ് എന്നുള്ളതാണ്. അതിന്റെ രണ്ടാമത്തെ കാരണം വിശുദ്ധ ഖുർആൻ എന്ന കാലത്തെ അതിജീവിക്കുവാൻ ശേഷിയുള്ള ഒരു വേദഗ്രന്ഥം ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഭരണഘടനയായിട്ട് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ മൂന്നാമത്തെ കാരണം ഈ ഇസ്ലാമിനെ, വിശുദ്ധ ഖുർആനിലൂടെ അവതീർണമായ ഇസ്ലാമിനെ മനുഷ്യ സമക്ഷം പ്രായോഗികമായി സമർപ്പിച്ച മഹാനായ ഒരു പരിഷ്കർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും സാമീപ്യവുമാണ്. അതാണ് ഇസ്ലാമിനെ നിത്യ നൂതനമായിട്ട് ലോകത്ത് നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തത്വജ്ഞാനിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം. എന്നാൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ വലിയ വലിയ ചിന്തകൾ അവതരിപ്പിക്കുക എന്നത് റസൂലുള്ളാഹിയുടെ സമീപന രീതിയായിരുന്നില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ചിന്തകൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിന്തകൾ പുസ്തകത്താളുകളിലോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം ബുദ്ധിജീവികളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് സാധാരണക്കാരായ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപന രീതിയിലൂടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവതരിപ്പിച്ചത് എന്ന് കാണാം. ഇസ്ലാം വിജയിച്ചു നിൽക്കുന്നത് അവിടെയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വവും അതിന്റെ പ്രയോഗവൽക്കരണവും ഒരേപോലെ സാധ്യമായി എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഒരു തത്വം ജീവിതത്തിൽ അലിയിച്ചെടുക്കുക എന്നത്, ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുക എന്നത് ഏറെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. ആലോചിച്ച് നോക്കൂ, പുകവലി പാടില്ല, പലയിടങ്ങളിലും നമ്മൾ കാണുന്ന ബോർഡാണ്. പക്ഷെ അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ ഒരാൾ തീർച്ചയായും ശ്രമകരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ച ഈ ജീവിതക്രമം വിജയിച്ചത് അതിന്റെ പ്രയോഗവൽക്കരണത്തിലാണ് എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയം വരിച്ചത്? ഈ തത്വത്തെ പ്രയോഗവൽക്കരിക്കുന്നിടത്ത് സ്വീകരിച്ച സമീപന രീതി അതിൽ വളരെ പ്രധാനമാണ്. ജീർണതയുമുണ്ട്, തീവ്രതയുമുണ്ട്. സാധാരണ നാം പറയും, ഒരു കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന രണ്ട് നിലപാടുകളാണ്. അതിതീവ്രമായ ഒരു നിലപാട്, അല്ലെങ്കിലോ എന്തായാലും കുഴപ്പമില്ല എന്ന ജീർണമായ നിലപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടുമല്ല സ്വീകരിച്ചത്. ഇത് രണ്ടിനും ഇടയിലുള്ള മധ്യമ നിലപാടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത്. മിതമായ നിലപാട്, അത് മാനുഷികമായ നിലപാട് കൂടിയാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് പല കൽപ്പനകളും നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ആ കൽപ്പനയുടെ പ്രയോഗവൽക്കരണം തികച്ചും മാനുഷികമായിട്ടാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത്. ഏത് വിഭാഗത്തിനെ കുറിച്ച് പറയുമ്പോഴും ആദ്യം കണിശമായ കൽപ്പനകളാണ്. എന്നാൽ അതിന്റെ പ്രയോഗവൽക്കരണമോ ഓരോ മനുഷ്യനും സാധ്യമായ രൂപത്തിൽ എന്ന് ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപന രീതി അതായിരുന്നു മധ്യമ നിലപാട്. നമ്മെ ഖുർആൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ഉമ്മത്തുൻ വസത്തുൻ, മധ്യമ സമൂഹം. തീവ്രവാദ ശൈലിയല്ല, അങ്ങേയറ്റം ജീർണിച്ച കുത്തഴിഞ്ഞ സമീപനവുമല്ല, രണ്ടിനുമിടയിലുള്ള മധ്യമ നിലപാട് എന്ന് നമുക്ക് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മഹത്തായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ആ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ പരിശോധിച്ച് പഠിക്കാൻ ശ്രമിക്കണം. അതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മഹത്തായ അധ്യാപനങ്ങളാണ് എന്ന തിരിച്ചറിവ് നാം നേടേണ്ടിയിരിക്കുന്നു. ചെറിയ ചെറിയ സംഭവങ്ങൾ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ
വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നിമിത്തമാകേണ്ട സംഭവങ്ങൾ ധാരാളം ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്തുകൊണ്ട് സേവകനായിട്ട് കഴിച്ചു കൂട്ടിയ ഒരു സ്വഹാബിയുണ്ട്. അനസ് എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ആ സ്വഹാബിയെ തന്റെ മാതാവ് കുട്ടിക്കാലത്ത് നല്ല ശീലം പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുത്തതാണ്. ആ സ്വഹാബി വര്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ കുറിച്ച് പറയുന്നു. ഖദീത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷക്കാലം സേവിച്ചിട്ടുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ ഖാലനി ഉഫിൻ, ഒരിക്കലും എന്നോട് ചെ എന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല. വല നിന്നസനാക്ക, നീ എന്തിനങ്ങനെ ചെയ്തു, വല അലസനാക്ക, നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ? ഇത്തരത്തിലുള്ള ഒരു വാക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് ആ 10 വർഷക്കാലം കേൾക്കുന്നു വന്നിട്ടില്ല. ഒരു സേവകൻ തന്റെ കൂടെയുള്ള താൻ സേവിക്കുന്ന ആളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ അനുഭവത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. ആലോചിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ സേവകരുണ്ടാവും, നമ്മുടെ സ്ഥാപനങ്ങളിൽ സേവകരുണ്ടാവും, പല നിലക്കും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന പലരും ഉണ്ടാവും. നമ്മുടെ സമീപ രീതിയിൽ എങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്ന ഈ അനുഭവം ഉണർത്തിയിട്ട് ഒരു ആത്മവിചാരണ തീർച്ചയായും നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു തന്നെ വീണ്ടും പറയുന്നു, കാന അജ്വദൻ നാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായിട്ട് ദാനം ചെയ്തിരുന്ന ആളാണ്. റസൂലുള്ളാഹി പലപ്പോഴും പട്ടിണിയിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു. എന്നാലും തന്റെ കൈവശം ഉള്ളത് എന്താണോ അത് ദാനം ചെയ്യുന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുമ്പിലായിരുന്നു. കാന അജ്വദൻ നാസ് വഅശ്ജഅൻ നാസ്. എന്തുകൊണ്ടായിരുന്നു ആ വീട്ടിൽ പട്ടിണി ഉള്ളത്? അതാത് ദിവസം തന്നെ ചെലവഴിച്ചു തീർക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇന്നത്തെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെലവഴിക്കുക എന്നതായിരുന്നു അന്നത്തെ സമീപന രീതി. ഒരാൾ മാത്രമല്ല, എല്ലാ വീട്ടുകാരും അങ്ങനെയാകുമ്പോൾ ആർക്കും ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എവിടെ നിന്നെങ്കിലും അടുത്ത നേരത്തേക്കുള്ള റിസ്ക് വന്നെത്തും എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് ചെലവഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുജായി ആയിരുന്നു, ധീരനായിരുന്നു, തന്റെ ഉള്ളവനായിരുന്നു. കാര്യങ്ങളിലും പ്രശ്നങ്ങളിലും ധീരമായിട്ട് ഇടപെടുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധനായിരുന്നു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു ഒരു അനുഭവം പറയുന്നുണ്ട്. വലഖദ് ഫസഅ അഹ്ലുൽ മദീന, ഒരു ദിവസം മദീനക്കാർ ഒന്നടങ്കം പരിഭ്രമിച്ചു പോയ, ബേജാറായി പോയ ഒരു സന്ദർഭം ഉണ്ടായി. രാത്രിയില്ല, ഒരു രാത്രിയിലായിരുന്നു അത്. എന്തോ വലിയൊരു ശബ്ദം കേട്ടു. അങ്ങനെ എല്ലാവരും ഞെട്ടി ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജനങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എന്നാൽ കാരണം അവിടെ പ്രത്യേകിച്ച് വല്ലതും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെക്കാൾ മുമ്പേ അവിടെ എത്തുകയും വിഷയം പറയുകയും ചെയ്തിരുന്നു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനസേവകനായിട്ട് ജനമധ്യത്തിലുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായിട്ടാണ് സമൂഹ മധ്യത്തിൽ പരിഷ്കരണങ്ങൾ സാധിച്ചെടുത്തത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ ഇടപെടലുകൾ, പെരുമാറ്റ രീതികൾ എങ്ങനെയായിരുന്നു? ഇതൊക്കെ വിശദമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. ഒരു ഗ്രന്ഥമുണ്ട്, ശമാഇലുൽ തിർമിദി. ഇമാം തിർമിദി ക്രോഡീകരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ പരാമർശങ്ങൾ ഒരു ഗ്രന്ഥം. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ജീവിത നിമിഷങ്ങൾ ഓരോന്നും പകർത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകന്റെ ചിരിയെ കുറിച്ച് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചിരിക്കാറുണ്ടായിരുന്നത്? മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തജ്മിഅൻ ഖത്തു മാഇകൻ ഹത്താ അറാ മിൻഹു ലഹ്വാതിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ലുകൾ കാണുന്ന വിധം വാ തുറന്നു വെച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. റസൂലിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതുകൊണ്ടാണോ? അല്ല, സന്തോഷത്തിന്റെ മതിമറന്നാകാവുന്ന നമ്മെക്കാളൊക്കെയും അത്യാഹ്ലാദത്തിന്റെ ഒട്ടേറെ ചരിത്ര നിമിഷങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായില്ലേ? ബദറിലെ വിജയം തന്നെ പോലെ പൊട്ടിച്ചിരിക്കാൻ, തുടർന്ന് അങ്ങോട്ട് ഒരുപാട് വിജയങ്ങൾ ഒക്കെയും ഹജ്ജത്തുൽ വിദാഉം ദൗത്യ പൂർത്തീകരണത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ടായി. പക്ഷെ അവിടെയൊന്നും മതിമറന്ന് ആഹ്ലാദിക്കുന്ന അണപ്പല്ലുകൾക്കാണ് പൊട്ടിച്ചിരിക്കുന്ന പ്രകൃതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അതാണ് ആ മിത സമീപനം എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പൊട്ടിച്ചിരിച്ചില്ല, എന്നാലോ വല്ലാത്ത പീഡിപ്പിച്ചു നിൽക്കുന്ന മുഖഭാവത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നില്ല. മറിച്ച് പുഞ്ചിരി എന്ന മിതമായ സന്തുലിതമായ സമീപന രീതിയാണ് ആഹ്ലാദവേളകളിൽ, അതുപോലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പ്രസന്നമായ ഭാവത്തോടുകൂടി അഭിമുഖീകരിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം. ആയിഷ ബീവി വീണ്ടും പറയാൻ, റസൂലുള്ളാഹിയുടെ സംസാരം എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് സംവദിച്ചത്? നമ്മളിന്ന് ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. വലിയ വലിയ ശബ്ദഘോഷങ്ങളുള്ള പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ ആ മഹാനായ പരിഷ്കർത്താവ് അന്ത്യനാൾ വരെയും മനുഷ്യ സമൂഹത്തിന് വഴി നടത്തുവാൻ വേണ്ടി രംഗത്ത് വന്ന ആ പരിഷ്കർത്താവ് ഒച്ചവെച്ചോ? ഒരിക്കലും ഉണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര ശൈലി മാഖന റസൂലുള്ളാഹി യസ്റുദു കസർദിക്കും, നിങ്ങളെപ്പോലെ റസൂലുള്ളാഹി ഒച്ചവെച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായടക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന സമീപന രീതി ഒരിക്കലും സ്വീകരിച്ചില്ല. പിന്നെ എങ്ങനെ സംസാരിച്ചത്? മെല്ലെ മെല്ലെ എണ്ണിയെടുക്കാൻ പാകത്തിൽ വാക്കുകൾ ചേർത്ത് വെച്ച് വർത്തമാൻ പറഞ്ഞു. ഒരാൾ എണ്ണുകയാണെങ്കിൽ അയാൾ എണ്ണിയെടുക്കാൻ കഴിയും. അത്രയും വ്യക്തതയുള്ള സ്ഫുടമായ മനസ്സിൽ ആഞ്ഞു തറയ്ക്കുന്ന ശൈലിയിലായിരുന്നു ആ സംസാരം. ദിക്ർ വർദ്ധിപ്പിച്ചിരുന്നു. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് ആ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ശ്വാസോച്ഛ്വാസത്തോടൊപ്പം, ഹൃദയമിടിപ്പിനോടൊപ്പം, ഹൃദയതാളത്തോടൊപ്പം അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് ആ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതേപോലെ കേവലമായ വിനോദങ്ങൾ വളരെ കുറച്ച് മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായുള്ളൂ. ദീർഘമായിട്ട് നിന്ന് നമസ്കരിച്ചിരുന്നു. പ്രഭാഷണങ്ങൾ മിതമായി കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുന്ന സമീപന രീതിയായിരുന്നു. ഒരു വിധവക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അഗതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിൽ റസൂലുള്ളാഹിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരാളൊരു പ്രശ്നം വന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കാം, എളുപ്പം പരിഹാരം കാണാനുള്ള മാർഗം എന്താണ് എന്നായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചത്. പ്രയാസം വന്ന് പറയുമ്പോൾ ഉടനെ അവരെയും കൂട്ടിയിട്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമീപന രീതി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അവിടെ സാങ്കേതികത്വം തടസ്സമായില്ല. അവിടെ ചെന്ന് നോക്ക്, ഇവിടെ ഒരു അപേക്ഷ കൊടുക്കണമെന്നൊക്കെ പറയില്ലേ, പറയേണ്ടത് പറയണം. പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സ്വയം ഇറങ്ങിത്തിരിക്കുന്ന സമീപന രീതി ആ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തിലും ഈ സമീപനം സ്വീകരിച്ചു. ആയിഷ ബീവി വീണ്ടും പറയുന്നു, മാ ഖുയ്യിറ റസൂലുള്ളാഹി ബൈന അംറൈനി ഖത്ത് ഇല്ലാ അഖദ ഐസറഹുമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിൽ രണ്ട് വിധി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്? അതിലേറ്റവും എളുപ്പമുള്ളതായിരിക്കും സ്വീകരിക്കുന്നത്.
എളുപ്പമുള്ളതായിരിക്കും സ്വീകരിക്കുന്നത്. എത്രത്തോളം മാനം യക്കുൽ ഇസ്മൻ, അത് പാപകരമല്ലാത്തിടത്തോളം. കുറ്റകരമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കും. അതേസമയം കുറ്റകരമല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങളിൽ എളുപ്പമുള്ളതിനെ സ്വീകരിക്കാമോ അത്രയും വിശാലമായ സമീപന രീതിയാണ് റസൂലുള്ളാഹി കാര്യങ്ങളിൽ സ്വീകരിച്ചിരുന്നത് എന്ന് കാണാം. അത് നമ്മൾ പരിശീലിക്കേണ്ട ഒന്നാണ്. കാരണം അല്ലാഹുവിന്റെ ദീൻ പ്രായോഗികമാണോ? അതെ. ഏത് സാഹചര്യത്തിലും പ്രായോഗികമാണ്. ഇസ്ലാം അപ്രായോഗികമാകുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നാണ്. കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ വിശദാംശങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വുളൂഇന് പരിഹാരം തയമ്മും ഉണ്ട്. ഒരാൾക്ക് വുളൂ എടുക്കാൻ കഴിയില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ അയാൾക്ക് തയമ്മും അറിയാവുന്നതാണ്. എന്നാൽ ഒരാൾക്ക് ജനാബത്ത് സംഭവിച്ചു, നിർബന്ധമായിട്ട് കുളിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കുളിച്ചാലേ അയാൾക്ക് നമസ്കരിക്കാൻ പറ്റും, ഇബാദത്തുകളിൽ മുഴുകാൻ പറ്റും. ആ ഘട്ടത്തിൽ എന്താണ് പരിഹാരം? നിർബന്ധമായും കുളിക്കേണ്ട ഘട്ടത്തിൽ കുളിക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പരിഹാരം? അവിടെ ഇതേ തയമ്മും തന്നെയാണ് പരിഹാരം. രണ്ട് കൈകൾ അടിച്ച് മുഖം തടവി വീണ്ടും അടിച്ച് കൈകൾ തടവിയാൽ അത് കുളിക്ക് തുല്യമാകുമോ? അല്ലാഹുവിന്റെ ദീൻ അത്രയും ലാളിത്യം പഠിപ്പിക്കുന്നു, അത്രയും പ്രായോഗികത പഠിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ എളുപ്പമാക്കുക എന്ന സമീപന രീതി സ്വീകരിക്കുന്നു എന്നതാണ്. പ്രവാചക കാലഘട്ടത്തിൽ ഒരാള് ഇങ്ങനെ സംഭവിച്ചപ്പോ മണ്ണിൽ കിടന്ന് ഉരുണ്ട് പിരണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി. കാരണം വുളൂഇന് പകരം തയമ്മും മതി. അങ്ങനെയാണെങ്കിൽ കുളിക്ക് പകരം ശരീരം മുഴുവനും പൊടി പുരട്ടണം എന്നായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തിയപ്പോൾ അത് വേണ്ടായിരുന്നു, തയമ്മും തന്നെ അതിന് മതിയായതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മിലെ ഭക്തന്റെ മാനസികാവസ്ഥ ഉൾക്കൊള്ളാത്ത തരത്തിലുള്ള ചില വീക്ഷണങ്ങളാണ്. നിർബന്ധമായ കുളിക്ക് പകരം തയമ്മും മതി. ഇത്രയും ലളിതവൽക്കരിച്ച് പ്രായോഗികമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മതവിധികൾ പഠിപ്പിക്കുന്നത് എന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപഴകലുകളിൽ ആളുമായുള്ള പരിചയപ്പെടലിനും ബന്ധം നിലനിർത്തുന്നതിനുമൊക്കെ അങ്ങേയറ്റത്തെ ജാഗ്രത കാത്തു സൂക്ഷിച്ചതായിട്ട് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ആ സദസ്സിനെ ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുമായിരുന്നു. അത്രേ റസൂലുള്ളാഹി എന്നോട് മാത്രമാണ് സംസാരിക്കുന്നത്, റസൂൽ എന്നോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ആ മഹാ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ ആൾക്കും അനുഭവപ്പെട്ടിരുന്നു. അത്രമാത്രം വ്യക്തിപ്രഭാവമുള്ള, അത്രമാത്രം ഓരോ ആളുകളെയും ഓരോ വ്യക്തിയെയും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്ന സമീപന രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകളിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരാൾ വന്ന് സലാം ചൊല്ലിയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിൽ നിന്ന് തന്റെ കൈ തിരിച്ചെടുക്കാറുണ്ടായിരുന്നില്ല. ഒരാൾക്ക് കൈ കൊടുത്താൽ ആ കൈ അയാൾക്ക് കൊടുത്തത് തന്നെയാണ്. അങ്ങനെ കൊടുക്കാൻ ഒരുപാട് കൈ ഉണ്ടാകുമോ? ഇല്ല. എന്നാൽ മറ്റേ ആൾ എപ്പോഴാണോ തന്റെ കൈ വിട്ടുതരുന്നത് അതുവരെയും അയാൾക്ക് തന്നെ ആ കൈ വിട്ടുകൊടുത്തിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് കൈ കൊടുക്കാൻ നേരമില്ല. ജസ്റ്റ് ഇങ്ങനെ കൈ പൊക്കി കാണിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആത്മബന്ധം പോകുന്നുണ്ട് എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എത്രത്തോളം വിശ്വാസികളുടെ കരങ്ങൾ പരസ്പരം ബന്ധിതമായി നിൽക്കുന്നുവോ അത്രയും പാപങ്ങൾ അവരിൽ നിന്ന് കഴുകിപ്പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് അനുയായികളെ അങ്ങേയറ്റം പരിഗണിച്ചിരുന്നു. അനുയായികളിലെ നന്മകൾ എടുത്തു പറയുമായിരുന്നു. അനുയായിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സംഭവം ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് റസൂലുള്ളാഹിയോട് അനുവാദം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് വഹി അവതരിക്കുന്ന യഗ്ഫിറു ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും അല്ലാഹു താങ്കൾക്ക് പുറത്തു
വന്നിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല സന്തോഷവാർത്ത നൽകിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, യാ ഉഖയ്യ ലാ തൻസനി ഫി ദുആഇ, എന്റെ പൊന്നു സഹോദരാ, എന്റെ പ്രാർത്ഥനയിൽ എന്നെ മറന്നു പോകരുത്. ആരാ പറയുന്നത്? റഹ്മത്തുൽ ആലമീനായ, ലോകം കണ്ട ഏറ്റവും മഹാനായ നേതാവും പരിഷ്കർത്താവുമായ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കേവലം ഒരു അനുയായിയോട് പറയാണ്, എന്റെ കാര്യം മറന്നു പോകരുത് പ്രാർത്ഥനയിൽ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അനുയായികളെ പരിഗണിക്കുന്നിടത്ത് അത്രയും ജാഗ്രത പുലർത്തിയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളെ വിലമതിക്കുക എന്ന ഒന്നുണ്ടല്ലോ, താൻ ഏത് പദവിയിലായിരുന്നാലും തന്റെ കൂടെയുള്ളവരെ, അനുയായികളെ, സഹപ്രവർത്തകരെ ഏറ്റവും പരിഗണിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകൾ ആസ്വദിക്കാറുണ്ടായിരുന്നു, പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, കൂടുതൽ ആത്മീയമായിട്ട് ഒരാൾ വളരുമ്പോൾ, ഒരാളുടെ മനസ്സ് കൂടുതൽ ഭക്തിയിലേക്ക് ലയിക്കുമ്പോൾ അയാൾ പിന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്നു പോകുന്നതാണ് നമ്മുടെ പ്രവൃത്തി. വല്ലാത്ത ഒരു ഗൗരവപ്പെട്ട മുഖഭാവത്തിലേക്ക് മാറി, അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് മാറും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല എന്ന ചരിത്രം. ഒരു പെരുന്നാൾ ദിവസം അയൽവക്കത്തെ പെൺകുട്ടികൾ വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പാട്ട് പാടിയത്രേ. റസൂലുള്ളാഹി അവിടെ കിടക്കാൻ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയും റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു. കുട്ടികൾ പാടുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിലാണോ നിങ്ങളുടെ ഈ പൈശാചികമായ പാട്ട് എന്ന് ചോദിച്ച് അദ്ദേഹം ദേഷ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അബൂബക്കർ, അവർ പാടട്ടെ എന്ന് പെരുന്നാളല്ലേ, അവർ ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വേറിട്ട ഒരു വ്യക്തിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നത് ആ ജീവിതത്തിന്റെ ഒരു സവിശേഷതയാണ്. ഏത് തരക്കാർക്കും ഉത്കൃഷ്ടമായ ഒട്ടേറെ മാതൃകകൾ പെറുക്കിയെടുക്കാൻ കഴിയുന്ന വേറിട്ട ഒരു ജീവിതശൈലിയായിരുന്നു അത് എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറയാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഒരുപാട് തമാശകൾ ആ ജീവിതത്തിന് നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാം. ഒരിക്കലും ഒരാള് റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഒട്ടകം കടം വേണം എന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് വാഹനങ്ങൾ കടം ചോദിക്കുന്നത് പോലെ ഒരു ഒട്ടകം വേണം, യാത്ര ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഒട്ടകത്തിന്റെ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. നീ പോയി നോക്ക്, അവിടെ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം ഒട്ടകത്തെ അടച്ച ആലയത്തിലേക്ക് നോക്കിയപ്പോ അവിടെ നല്ല ആരോഗ്യമുള്ള യാത്രക്ക് പറ്റിയ ഒട്ടകങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് തിരിച്ചെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ ഒട്ടകങ്ങൾ നല്ല ആരോഗ്യമുള്ള യാത്രയ്ക്ക് അനുയോജ്യമായവയാണല്ലോ, എന്നിട്ട് എന്താണ് അങ്ങ് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ മറുപടി, എല്ലാ ഒട്ടകങ്ങളും ഏതോ ഒട്ടകത്തിന്റെ കുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയുള്ള നിർദോഷ ഫലിതങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കുവാനും മനസ്സിനെ കൂടുതൽ നിർമ്മലമാക്കുവാനും സജീവമാക്കുവാനും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു തമാശകൾ ഒട്ടേറെ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നു. ഇങ്ങനെ മിതത്വത്തിന്റെ, അതേപോലെ ഏത് മേഖലയിലും അതിസൂക്ഷ്മമായ കൊച്ചു കൊച്ചു പാഠങ്ങൾ നിറച്ചു വെക്കുന്ന സമീപന രീതി ആ ജീവിതത്തിൽ ഉടനീളമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമുക്കും പരിശീലിച്ചെടുക്കേണ്ടത്. തീവ്രതയുടെയും ജീർണതയുടെയും ഇടയിൽ മധ്യമമായ ഒരു നിലപാടുണ്ട്. അതായിരുന്നു ആ ജീവിത ദർശനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാഴ്ചപ്പാടിൽ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, പ്രവാചക ജീവിതത്തെ വീണ്ടും മനനം ചെയ്യുവാൻ നമുക്ക് തോന്നിച്ചു. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله.
اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തക്കളായി വിശ്വാസികളായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്ന ഒരു കൽപ്പനയുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും ആ പുണ്യപ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുവിൻ എന്ന മഹത്തായ ഒരു കൽപ്പനയാണത്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ പ്രതിഫലനമാണ് ആ സ്വലാത്തും സലാമും. നന്മയുടെ വഴിയിൽ നാം എത്തിച്ചേരുവാൻ കാരണക്കാരൻ തീർച്ചയായും ാണ് എങ്കിൽ ആ പുണ്യപ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊരിഞ്ഞ് പുണ്യം നേടിയെടുക്കുവാൻ നാം ഓരോരുത്തരും നിരന്തരമായിട്ട് പരിശ്രമിക്കണം. ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ ആര് എന്ന് ചോദിച്ചപ്പോൾ എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെയ്യാത്തവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനകൾ അല്ലാഹുവിനെ പ്രാപിക്കണമെങ്കിൽ തീർച്ചയായും അതിൽ ഹംദും സ്വലാത്തും ഉണ്ടായിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ജീവിത ചര്യയാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തിനെ സ്വീകരിക്കണം എന്ന് വാർത്തയാണ്. ചെന്നൈ പ്രകൃതിക്ഷോഭം നമ്മളെല്ലാവരും കേട്ടറിഞ്ഞ, ചിലരെങ്കിലും അനുഭവിച്ചറിഞ്ഞ സംഭവമാണ്. ധാരാളം മലയാളി സുഹൃത്തുക്കൾ ഉപജീവനം തേടുന്ന ഇടം കൂടിയാണ് ചെന്നൈ. ദുഃഖകരമായ ആ സംഭവത്തെ തുടർന്ന് അല്പം സന്തോഷത്തിന് വകയുള്ള ചില കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നു. നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്നത്തെ ഈ പശു വിവാദ കാലത്ത് മത സൗഹാർദ്ദത്തിന്റെ ഉത്തമമായ ഒട്ടേറെ വാർത്തകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ അവരുടെ പള്ളി ആ നാട്ടുകാർക്ക് സുരക്ഷിതമായ താമസമായിട്ട് അവർക്ക് താമസിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും റോഡരിയിൽ ജുമാ നിർവഹിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് കഴിഞ്ഞ ജുമാക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ജുമാ അവർ റോഡിലാണ് നിർവഹിച്ചത്. എന്നാൽ ആ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾ പള്ളിയിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു. ശരിക്കും ആ പള്ളി മസാബത്തല്ലിന്ന ശിവഅന്ന, മനുഷ്യരുടെ ആശാകേന്ദ്രവും നിർഭയസ്ഥാനവും എന്ന ഖുർആൻ വിശേഷിച്ച അവസ്ഥയിലേക്ക് ഉയരുകയായിരുന്നു. എന്നാലും നമ്മുടെ സംശയം തീരുന്നില്ല, പള്ളിയിൽ അന്യരെ പ്രവേശിക്കാമോ പ്രവേശിപ്പിക്കാൻ പറ്റില്ലേ? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഒരു ഗർഭിണിയെ, ഒരു പൂർണ്ണ ഗർഭിണിയെ ഒരാൾ രക്ഷപ്പെടുത്തി. അങ്ങനെ ആ സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകി. എന്നിട്ട് ആ കുഞ്ഞിന് അവർ ഇട്ട പേര്, ആ രക്ഷകന്റെ പേരായിരുന്നു അത്രേ യൂനുസ് എന്നാണ് അയാളുടെ പേര്. ഒരു മുസ്ലിം കുടുംബത്തിൽ സംഭവിച്ചതാണ്. അതേപോലെ ക്ഷേത്രം വൃത്തിയാക്കി കൊടുക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം. അവിടെയും നമുക്ക് മസ്തന പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു ക്ഷേത്രം മുസ്ലിങ്ങൾ വൃത്തിയാക്കി കൊടുക്കേണ്ടതുണ്ടോ? മതേതരത്വം, മത സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അനുഭവിച്ചറിയേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ എത്ര നെടുങ്കൻ പ്രഭാഷണങ്ങളും ആ വിഷയത്തിൽ നടത്താം, മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്താം. എന്നാൽ ചെന്നൈയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ വേറിട്ട അനുഭവമാണ്. തീർച്ചയായും അത് നമുക്ക് പാഠങ്ങളുണ്ട്. ഇനിയും ചെന്നൈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കാൻ അവസരം ലഭിക്കാത്തവർ അതിനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ആ മഹത്തായ മാതൃകകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ.
ആ ജീവിതത്തിലെ ഓരോ നിമിഷവും എടുക്കുവാൻ, ആ ജീവിതത്തിന്റെ തനി പകർപ്പുകൾ ലോകത്ത് സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്ന്. ജീർണതയുടെയും തീവ്രതയുടെയും നിലപാടിന് പകരം മിത നിലപാടിന്റെ വാഹകരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നാണ്. പടച്ചവനെ രോഗങ്ങൾ കൊണ്ട്, മനപ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട്, പ്രകൃതിക്ഷോഭം കൊണ്ട് ണ്ട്. എല്ലാവർക്കും ആശ്വാസം നൽകണമെന്നുണ്ട്. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്കെല്ലാം മഹ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا